ത്രേതായുഗം ദേവലോകത്തെ പോലും വിറപ്പിച്ച അഹങ്കാരിയായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ലങ്കാധിപതി രാവണൻ. എന്നെ വധിക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ സാധിക്കില്ല എന്ന വരം അവനെ ലോകത്തിലെ ഏറ്റവും ദുരഭിമാനിയാക്കി. അവന്റെ 10 തലകളും 20 കൈകളും വെല്ലുവിളിച്ചത് ഈ ലോകത്തിലെ എല്ലാ ശക്തികളെയുമായിരുന്നു. എന്നാൽ രാവണന്റെ കിരീടത്തിന് തിളക്കം മങ്ങുന്ന ഒരിടമുണ്ടായിരുന്നു. വാനര രാജ്യമായ കിഷ്കിന്ധ. അവിടുത്തെ ഭരണാധികാരി ബാലി. ഇന്ദ്രപുത്രനായ ആ ബലവാന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരം ഒന്നു മാത്രം മതിയായിരുന്നു. തന്റെ മുന്നിൽ യുദ്ധത്തിന് വരുന്നവന്റെ ശക്തിയുടെ കൃത്യം പകുതി ഉടൻ തന്നെ ബാലിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടും. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ബാലി അജയ്യനായിരുന്നു. ബാലിയുടെ വീരകഥകൾ രാവണന്റെ കൊട്ടാരത്തിലെത്തി. കേട്ടറിഞ്ഞതൊന്നും വിശ്വസിക്കാൻ അവന്റെ 10 മുഖങ്ങൾക്കും കഴിഞ്ഞില്ല. ഒരു വാനരനോ അവന്റെ ശക്തിയുടെ അതിരുകൾ നിശ്ചയിക്കാനോ? രാവണന്റെ മനസ്സിൽ തീ ആളിക്കത്തി. സിംഹാസനം വിട്ട് രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ കിഷ്കിന്ധ ലക്ഷ്യമാക്കി കുതിച്ചു. ലക്ഷ്യം ബാലിയെ തകർത്തെറിഞ്ഞ് തന്റെ അജയ്യത ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുക. കിഷ്കിന്ധയിലെത്തി ഇടിമുഴക്കം പോലെ അവൻ വെല്ലുവിളിച്ചു. എന്നാൽ അപ്പോൾ ബാലി പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ സമുദ്രതീരത്ത് തന്റെ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. അഹങ്കാരിയായ രാവണന് കാത്തിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാലിയെ പുറകിലൂടെ ആക്രമിക്കാൻ രാവണൻ നിശബ്ദമായി വനത്തിലേക്ക് പാഞ്ഞു കയറി. സന്ധ്യയുടെ ശാന്തതയിൽ രാവണന്റെ കാൽപെരുമാറ്റം ബാലിക്ക് അപകട സൂചന നൽകി. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ബാലി ഒരിഞ്ച് പോലും അനങ്ങിയില്ല. പിന്നിൽ നിന്ന് ആക്രമിക്കാനായി രാവണൻ കൈകൾ നീട്ടിയ ആ നിമിഷം ബാലി തന്റെ കൈകൾ പിറകിലേക്ക് നീട്ടി ഒരു ഗരുഡൻ സർപ്പത്തെ പിടിക്കുന്ന ലാഘവത്തോടെ രാവണന്റെ തോളിൽ ബലമായി പിടികൂടി. അവിടെ ബ്രഹ്മാവിന്റെ വരം അഗ്നി പോലെ ജ്വലിച്ചു. ശക്തിയുടെ ആ പ്രഹരം രാവണന്റെ അമാനുഷിക ശക്തിയുടെ പകുതി ഒരാളിക്കത്തുന്ന ജ്വാല പോലെ ബാലിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ രാക്ഷസ ചക്രവർത്തി ഒരു നിമിഷം കൊണ്ട് ചില കണക്കെ ദുർബലനായി മാറി. യാതൊരു പ്രയാസവുമില്ലാതെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്താതെ ബാലി ദുർബലനായ രാവണനെ ഒരു കളിപ്പാട്ടം പോലെ ഉയർത്തി തന്റെ വലത് കക്ഷത്തിൽ മുറുകെ അമർത്തി വെച്ചു. ലങ്കാധിപതിയുടെ 10 തലകളും 20 കൈകളും അപ്രതീക്ഷിതമായി ഒരു വാനരന്റെ കക്ഷത്തിലെ ഇരുട്ടിൽ ഒതുങ്ങി. തുടർന്ന് രാവണൻ വിയർത്തു തുടങ്ങി. തന്റെ അജയ്യതയുടെ കിരീടം തകർന്ന് വീഴുന്ന വേദന അവൻ അറിഞ്ഞു. രാവണനെ കക്ഷത്തിൽ അമർത്തി വെച്ച് ബാലി തന്റെ സന്ധ്യാവന്തരം മുടക്കം കൂടാതെ പൂർത്തിയാക്കി. അന്ന് രാത്രി അവിടെ നിന്ന് തുടങ്ങി രാവണന്റെ 6 മാസത്തെ നരകയാത്ര. ബാലി രാവണനെ തന്റെ കക്ഷത്തിൽ വെച്ച് തന്റെ ദിനചര്യകൾ തുടർന്നു. ദിവസവും കാടുകളിലൂടെയുള്ള ഓട്ടങ്ങൾ, നദികളിലെയും സമുദ്രങ്ങളിലെയും സ്നാനങ്ങൾ, മലമുകളിലെ പ്രാർത്ഥനകൾ. യുദ്ധക്കളത്തിൽ ഭയമില്ലാതിരുന്ന രാവണൻ ഇപ്പോൾ വിയർപ്പിന്റെയും വാനരഗന്ധത്തിന്റെയും അപമാനത്തിന്റെയും ദുർഗന്ധത്തിൽ ശ്വാസമുട്ടി. ബാലി ഇടയ്ക്ക് രാവണനെ നോക്കി ചിരിച്ചു, പരിഹസിച്ചു. ഓ രാക്ഷസരാജനോ, എന്റെ കക്ഷത്തിലെ ഈർപ്പത്തിൽ നീ സുഖിക്കുന്നുണ്ടോ രാവണ? രാവണൻ ബാലിയിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവന്റെ ശക്തിയുടെ അംശം കൂടി ബാലിയുടെ ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ 6 മാസങ്ങൾ അവന്റെ അഹങ്കാരത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഒടുവിൽ രാവണൻ തന്റെ 10 തലകളും കുറിച്ച് തോൽവി സമ്മതിച്ചു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ അലറി, വാനര രാജ, ഞാൻ തോറ്റിരിക്കുന്നു. എന്റെ അഹങ്കാരം അഴിഞ്ഞു വീണിരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ശക്തി നീയാണ്. എന്നെ മോചിപ്പിക്കുക മഹാബലവാനെ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. തുടർന്ന് ബാലി പുഞ്ചിരിച്ച് രാവണനെ മോചിപ്പിച്ചു. രാവണൻ ബാലിയുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു. രാക്ഷസ രാജാവിന്റെ അഹങ്കാരം ഇല്ലാതായ നിമിഷം ആ ദിവസം രാവണൻ തന്റെ ഏറ്റവും വലിയ ശത്രുവായി സൗഹൃദം സ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രാക്ഷസനെ 6 മാസത്തോളം തന്റെ കക്ഷത്തിൽ ഒതുക്കിയ ബാലി തന്റെ അസാധാരണമായ ശക്തി ലോകത്തോട് വിളിച്ചോതി. ജയ് ശ്രീറാം.